മൊബൈലിൽ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു. ഇപ്പൊ എക്സ്ട്രാ ഇൻകം ആയിട്ട് മന്ത്ലി ഏൺ ചെയ്യുന്നത് 30,000 രൂപയാണ്. വീഡിയോ എഡിറ്റിംഗ് അറിയാത്തത് കൊണ്ട് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വൈകി. വീഡിയോ എഡിറ്റിംഗ് പുറത്ത് ഫ്രീലാൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി നല്ലൊരു എക്സ്പെൻസ് ആളുടെ കയ്യിൽ നിന്ന് പോകും. അത്രയും ആൾക്ക് സ്പെൻഡ് ചെയ്യാനില്ല. അപ്പൊ സ്വന്തമായിട്ട് വീഡിയോ എഡിറ്റിംഗ് പഠിക്കണം. അപ്പൊ അതിന് ഇൻഷോട്ട് യൂസ് ചെയ്തിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് പഠിച്ചു. ഇപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് യൂട്യൂബിൽ ഇടുന്നു. മന്ത്ലി ഒരു 30,000 രൂപയ്ക്ക് മേലെ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നൊരു ക്ലയന്റിന്റെ ലാസ്റ്റ് 6 മന്തിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 30 ഡേയ്സ് കൺസിസ്റ്റൻസി ചലഞ്ചിന്റെ 5ാമത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ എഡിറ്റിംഗ് സ്കില്ലിനെ കുറിച്ചിട്ടാണ്. കോണ്ടന്റ് ക്രിയേഷന്റെ എഡിറ്റിംഗിലേക്ക് വരുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് മെത്തേഡ്സോ അല്ലെങ്കിൽ ആപ്സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ഷെയർ ചെയ്യുന്ന സ്റ്റോറി ഏറ്റവും ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് സ്കിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിലേക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. ഇൻഷോട്ട് പോലെയുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്സ് ഒക്കെ അതിന് ധാരാളമാണ്. നിങ്ങളൊരു 30 മിനിറ്റ് ഒക്കെ ആ ഒരു മൊബൈൽ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബേസിക് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു ബേസിക് എഡിറ്റിംഗ് വെച്ച് തന്നെ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മൊബൈൽ എഡിറ്റിംഗ് ആപ്സ് ഞാൻ ഇവിടെ പറയാം. അതിലൊന്നാമത് ഇൻഷോട്ടാണ്. അതിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കും. ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെയുള്ളത് VN ആണ്. VN ഇതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആപ്പാണ്. പിന്നെ യൂസ് ചെയ്യുന്നത് CapCut ആണ്. CapCut ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ VPN ഒക്കെ യൂസ് ചെയ്ത് നമുക്കതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങളൊരു ബിഗിന്നർ ആണെങ്കിൽ ഇതുപോലെയുള്ള മൊബൈൽ എഡിറ്റിംഗ് ആപ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സിസ്റ്റത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ Adobe Premiere Pro യൂസ് ചെയ്യാം. അല്ലെങ്കിൽ DaVinci Resolve പോലെയുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യും. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ ഈ ഒരു ചലഞ്ചിന്റെ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ Day 1 മുതലുള്ള വീഡിയോസ് കാണുക. ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഏത് മൊബൈൽ വീഡിയോ എഡിറ്റിംഗ് ആപ്സ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമന്റിൽ പറയണേ.